الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون والذين آمنوا وعملوا الصالحات لنبوئنهم من الجنة عرفا تجري من تحتها الأنهار خالدين فيها نعم أجر العاملين الذين صبروا وعلى ربهم يتوكلون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, വിശുദ്ധ ഖുർആനും പ്രവാചക തിരുവചനങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. സത്യവിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായ ഒരു സ്വഭാവ സവിശേഷതയാണ് അല്ലാഹുവിൽ അവൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക എന്നത്. തവക്കുൽ എന്നാണ് അറബിയിൽ ഇതിന് പറയുന്ന വാക്ക്. ഏകദൈവ വിശ്വാസത്തിന്റെ അഥവാ തൗഹീദിന്റെ അതിപ്രധാനമായ അടിത്തറയിൽപ്പെട്ടതും ആശയവുമാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു അടിമക്ക് അല്ലാഹുവുമായുള്ള ബന്ധത്തിന്റെ താക്കോലാണ് യഥാർത്ഥത്തിൽ തവക്കുൽ എന്നുള്ളത് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. സൃഷ്ടികളായ നമ്മുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ നാം ചെയ്ത ശേഷം അതിനപ്പുറമുള്ളതൊക്കെ ലോക സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോവുക എന്നതാണ് തവക്കുലിന്റെ താല്പര്യം. സർവകാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു എന്ന് തൗഹീദിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിച്ച് മനസ്സിലാക്കി മുഴുവൻ വിഷയങ്ങളും അല്ലാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. ദുനിയാവിന്റെയും പരലോകത്തിന്റെയും കാര്യങ്ങളിൽപ്പെട്ട മുഴുവൻ നന്മകൾ ലഭിക്കാനും തിന്മകൾ തടുക്കുവാനും സത്യസന്ധമായി അല്ലാഹുവിനെ ആശ്രയിക്കലാണ് തവക്കുൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് സത്യവിശ്വാസികളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. വഅലല്ലാഹ് ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. സത്യവിശ്വാസികളായ ആളുകൾ തങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ ആണ്. കാരണം ഒരാൾ അല്ലാഹുവിൽ സമ്പൂർണമായി ഭരമേൽപ്പിക്കുവാൻ തീരുമാനിച്ചാൽ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി അല്ലാഹു നൽകും. വതവക്കൽ അലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. വകഫാ ബില്ലാഹി വക്കീല,
അള്ളാഹു അവന്റെ കാര്യത്തിൽ കൈകാര്യകർത്താവായി അള്ളാഹു മാത്രം അവന് മതിയാകുന്നതാണ്. എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ ജനങ്ങളോട് കൽപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ആജ്ഞാപിക്കുന്നുണ്ട്. ഖുൽ, നബിയെ പറയുക, ഹസ്ബി അല്ലാഹ് അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, പറയുക നബിയെ, എനിക്ക് അള്ളാഹു മതി. ഭരമേൽപ്പിക്കുന്നവരൊക്കെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് പ്രവാചകരെ, സമൂഹത്തെ താങ്കൾ പഠിപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള കൽപ്പനകളിൽ നമുക്ക് കാണുവാൻ പറ്റും. സത്യവിശ്വാസികളുടെ ഗുണവിശേഷങ്ങൾ വിശുദ്ധ ഖുർആൻ എണ്ണി എണ്ണി പഠിപ്പിക്കുന്ന ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്ന ഒരു സവിശേഷമായ ഗുണമാണ് തവക്കുൽ. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും സത്യവിശ്വാസികൾ, അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും പ്രവാചക തിരുവചനങ്ങളും ഓതി അവരെ കേൾപ്പിക്കപ്പെട്ടാൽ, വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പിടക്കും, അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് ധന്യമാകും. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്കുമേൽ ഓതി വിശദീകരിക്കപ്പെട്ടാൽ, സാദത്തുഹും ഈമാന, അവരുടെ വിശ്വാസം, പരലോക ബോധ്യം അവർക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തീർച്ചയായും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ തന്നെയാകുന്നു എന്ന്. വിശ്വാസികളെ, അതുകൊണ്ട് തവക്കുൽ നാം ശരിയായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. അറിയുകയും മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നാസറുദ്ദീൻ സഅദി റഹ്മഹുല്ലാഹ് ഇതിനെ വിശദീകരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നാം ശ്രദ്ധിക്കേണ്ടുന്ന 3 തലങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒന്നാമത് അദ്ദേഹം പറഞ്ഞത്, ഒരു വിശ്വാസിയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കണം എന്നാണ്. വഹഖീഖത്തു തവക്കുൽ അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അയ്യഅലമൽ അബ്ദ അന്നൽ അംറ കുല്ലുഹു ലില്ലാഹ് വഅന്നഹു മാ ശാ അല്ലാഹ് കാന വമാ ലം ലം യകുൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവനെക്കുറിച്ച്, അവന്റെ പര്യവസാനങ്ങളെക്കുറിച്ച് റഹ്മാനായ റബ്ബ് അറിയുന്നവനാണ്. മാത്രമല്ല, അവന്റെ ജീവിതത്തിൽ അന്നഹു ഹുവ നാഫിഉ അദ്ദാർ അൽ മുഅത്തി വൽ മാനിഅ, അവന്റെ ജീവിതത്തിൽ അവന്റെ ഉപദ്രവങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഗുണം നൽകുവാനും അവന് നന്മകൾ നൽകുവാനും ഒക്കെ കഴിയുള്ളവൻ റഹ്മാനായ റബ്ബ്. അള്ളാഹിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവന് തവക്കുൽ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. തവക്കുലുള്ള ഒരു വിശ്വാസി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്, റഹ്മാനായ റബ്ബേ, നീ നൽകിയ ഒരു അനുഗ്രഹത്തെ ആർക്കും തടയുക സാധ്യമല്ല. നീ തടഞ്ഞ ഒരു അനുഗ്രഹത്തെ എല്ലാവരും കൂടി പരിശ്രമിച്ചാലും എനിക്ക് ലഭിക്കുകയില്ല. ഇതാണ് റഹ്മാനായ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാവേണ്ടുന്ന പവിത്രമായ വിശ്വാസം. എല്ലാം നൽകുന്നവൻ അല്ലാഹുവാണ്. എല്ലാ വിപത്തുക്കളും തടുക്കുന്നവൻ അല്ലാഹുവാണ്. പരീക്ഷണമായി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നൽകുന്നവൻ റഹ്മാനായ റബ്ബാണ്. എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്നുള്ള വിശ്വാസം. വിശ്വാസികളെ, അങ്ങനെ എല്ലാം അല്ലാഹുവിൽ നിന്നാണ് എന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കഠിനമായ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള അധ്വാനം രണ്ടാമതായി വിശ്വാസികൾക്ക് ഉണ്ടാവണം. വഹുവ മഅ ഹാദാ ബാദിർ ജുഹ്ദിഹി ഫി ഫിഅലിൽ അസ്ബാബിൻ നാഫിഅ, ആ താൻ ആഗ്രഹിക്കുന്ന, താൻ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിലേക്ക് തനിക്ക് എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തുവാൻ സാധിക്കുമോ ആ പരിശ്രമങ്ങൾ മുഴുവൻ അവൻ കൃത്യമായി പരിശ്രമിക്കണം. അള്ളാഹുവിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണം എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നതോടൊപ്പം
എല്ലാം റഹ്മാനായ റബ്ബിൽ നിന്നാണ് എന്ന ബോധ്യമുള്ളതോടൊപ്പം തനിക്ക് ഈ ദുനിയാവിൽ വെച്ച് ആ കാര്യങ്ങൾ നേടുവാൻ ഏതെല്ലാം നിലക്കുള്ള പരിശ്രമങ്ങൾ, ഏതെല്ലാം നിലക്കുള്ള കാര്യങ്ങൾ അള്ളാഹു അനുവദനീയമാക്കിയിട്ടുണ്ടോ ആ അനുവദനീയമായ മാർഗങ്ങളിലൂടെ മുഴുവൻ ആ വിശ്വാസി പ്രാർത്ഥനയോടുകൂടി സഞ്ചരിക്കണം. നോക്കൂ, നിങ്ങൾ ഒരാൾക്ക് രോഗം മാറണം, അള്ളാണ് രോഗം നൽകിയത് എന്ന് പറഞ്ഞ് ചടഞ്ഞിരിക്കാൻ പാടില്ല. ആ രോഗം മാറാൻ ഒരു വിശ്വാസിയോട് അള്ളാഹു കൽപ്പിച്ചതാണ് അവൻ ചികിത്സിക്കണം എന്നുള്ളത്. ആ ചികിത്സക്ക് ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അങ്ങേ അറ്റം വരെ അവൻ അള്ളാഹുവിൽ തവക്കുലാക്കി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകണം. വിശപ്പ് മാറണം, അത് അള്ളാഹു നൽകിയതാണ്. പക്ഷെ ആ വിശപ്പ് മാറാൻ അള്ളാഹു ഇവിടെ വെച്ചിട്ടുള്ള ചില പരിഹാര മാർഗങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവൻ സ്വീകരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യണം. ഭക്ഷണം കഴിച്ചാലും ചിലപ്പോൾ വിശപ്പ് മാറൂല, ആ ഭക്ഷണം അപകടമുണ്ടാക്കും. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, റഹ്മാനെ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്, എനിക്ക് അപകടങ്ങൾ വരുത്തല്ലേ, എന്റെ വിശപ്പ് മാറണം. അതെ, സ്വർഗം നേടണം, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. പക്ഷെ സ്വർഗം നേടാൻ ഒരു വിശ്വാസിക്ക് ഈ ദുനിയാവിൽ അവൻ ചെയ്യേണ്ടുന്ന ക്രമപ്രബുദ്ധമായ പ്രവർത്തനങ്ങളുണ്ട്, വിശ്വാസമുണ്ട്, ആചാരമുണ്ട്, കർമ്മമുണ്ട്. അത് മുഴുവൻ അവന്റെ ജീവിതത്തിൽ നന്മകളായി അവൻ അനുവർത്തിക്കണം. നരകത്തിൽ നിന്ന് മോചനം ലഭിക്കണം എന്നുള്ളത് ആഗ്രഹമാണ്. മോചനം അള്ളാഹു ഉറപ്പ് നൽകിയതാണ്. നരകാവകാശി ആകാതിരിക്കുവാൻ വേണ്ടി എന്നെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ നരകോ സ്വർഗോ തീരുമാനിച്ചിട്ടുണ്ടാകും എന്നതല്ല തവക്കുൽ. മറിച്ച് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റഹ്മാനായ റബ്ബ് എന്തെല്ലാം കാര്യങ്ങളാണോ ഒരുക്കി വെച്ചിട്ടുള്ളത് ആ തിന്മകളിൽ നിന്ന് മുഴുവൻ വിട്ടുനിന്നുകൊണ്ട് അവൻ നരകമോചനത്തിനു വേണ്ടി പരിശ്രമിക്കണം. ഇതാണ് അതിനു വേണ്ടിയുള്ള ബാദിൽ ജുഹദ്, കഠിനമായ പരിശ്രമം അവന്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് പറഞ്ഞത്. മൂന്നാമതായി റഹ്മഹുല്ല പറഞ്ഞു, അവൻ അള്ളാഹുവിൽ അവൻ കൃത്യമായി ഭരമേൽപ്പിക്കണം. ഇബ്നു ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞു, നീ നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യം ദൃഢമാക്കുകയും മനസ്സിനെ സ്ഥിരമാക്കി നിലനിർത്തുകയും ചെയ്യുക, കർമ്മങ്ങൾ കൊണ്ട് നിന്റെ ശരീരത്തെ ചടുലമാക്കുകയും ചെയ്യുക എന്ന് തവക്കുലിനെ വിശദീകരിച്ചെടുത്ത് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ല പറഞ്ഞത് നമുക്ക് കാണുവാൻ പറ്റും. വിശ്വാസികളെ, ആ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞത് എല്ലാ വിഷയങ്ങളും തന്നാൽ കഴിയുന്ന കഠിനമായ അധ്വാനവും അള്ളാഹുവിൽ നിന്നാണ് ഇതിനുള്ള പര്യവസാനവും ഇതിനുള്ള നന്മയും ഇതിലുള്ള പരീക്ഷണവും എന്ന് മനസ്സിലാക്കി ആ മാർഗത്തിലൂടെ പരിശ്രമിച്ച് മുന്നോട്ട് പോയി അവൻ അള്ളാഹുവേ ഇതിൽ എനിക്ക് നന്മ നൽകണമേ, ഇതിൽ എന്നെ സംരക്ഷിക്കണമേ, ഞാനിതാ എല്ലാം നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, നാഥാ നല്ല പര്യവസാനം നൽകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി അവൻ മുന്നോട്ട് പോകണം. ഈ മൂന്ന് ഘടകങ്ങൾ ഒക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി യഥാർത്ഥ തവക്കുലിന്റെ ഉടമയായി തീരുന്നത്. എന്നാൽ മഹാഭൂരിപക്ഷം മനുഷ്യരും അവർ തവക്കുലിൽ പിഴച്ചു പോയിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് തനിക്ക് രക്ഷയുണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് അതിൽ തവക്കുലാക്കുന്ന ആളുകൾ. കച്ചവടം ചെയ്താൽ മതി, ജോലി ചെയ്താൽ മതി, അതിലൂടെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, ആ ശമ്പളത്തിലൂടെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതല്ല തവക്കുൽ. അത് അള്ളാഹു നൽകിയിട്ടുള്ള മാർഗമാണ്. അത് മുടങ്ങാനും അതുകൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ നന്മകൾ വരാതിരിക്കാനും കാരണം അത് മാത്രം മതിയാകും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നൽകുന്നവനും അവസരം നൽകുന്നവനും അള്ളാഹുവാണ്. ഇതുകൊണ്ട് മാത്രം എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് എനിക്ക് അള്ളാഹു സുരക്ഷിതത്വം നൽകിക്കൊള്ളണം എന്നില്ല. ഞാൻ ചെയ്യുന്ന അധ്വാനം കൊണ്ട്, ഞാൻ പഠിച്ചതുകൊണ്ട്, ഞാൻ വിവാഹം കഴിച്ചതുകൊണ്ട്, ഞാൻ കുടുംബജീവിതം നയിച്ചതുകൊണ്ട് ഒക്കെ ശരിയാകും എന്നതല്ല. അത് അത്തരം കാര്യങ്ങളിൽ തവക്കുൽ ചെയ്യലാണ്, അതിൽ ഭരമേൽപ്പിക്കലാണ്. എന്നാൽ ഭരമേൽപ്പനം എന്ന് പറഞ്ഞാൽ ഒന്ന് വിശ്വാസമാണ്, എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നുള്ളതെന്ന ബോധ്യമാണ്. രണ്ടാമത്, അത് വിജയിക്കുവാൻ വേണ്ടി അള്ളാഹു വെച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും തന്നാൽ കഴിയും വിധം പരിശ്രമിക്കുക എന്നുള്ളതാണ്. ശേഷമുള്ളത് അള്ളാഹു എനിക്ക് നൽകുക തന്നെ ചെയ്യും. അതെന്റെ ജീവിതത്തിൽ ഹൈറാണെങ്കിൽ സംഭവിക്കട്ടെ, എന്റെ ജീവിതത്തിൽ പ്രയാസമാണെങ്കിൽ അള്ളാഹു സംഭവിപ്പിക്കാതിരിക്കട്ടെ, എല്ലാം റഹ്മാനായ റബ്ബിന്റെ തീരുമാനത്തിന് വിടുക എന്നതാണ് തവക്കുൽ. സഹോദരങ്ങളെ,
ഇതിനു വേണ്ടിയുള്ള അധ്വാനത്തെക്കുറിച്ചും പ്രവാചകന്മാരുടെ ജീവിതത്തിൽ തവക്കുലിനെ കുറിച്ച് അവർ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചതിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നത് കാണുവാൻ പറ്റും. മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജീവിതത്തിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള ഭാരമേറിയ ഒരു ഉത്തരവാദിത്വമായിരുന്നു ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ഫിർഔനിനോട് ആദർശം പറയുക എന്നുള്ളത്. ആ ആദർശം പറയുവാൻ വേണ്ടി കഠിനമായ പരിശ്രമമാണ് മൂസാ നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരെ കൊണ്ട് രക്ഷപ്പെടുവാൻ ഒരു രാത്രി തീരുമാനിച്ചു കൊടുത്തു. തിരിഞ്ഞു നടക്കാതെ മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരും ഇറങ്ങി പുറപ്പെടുക. രക്ഷപ്പെട്ടു എന്ന് എല്ലാവരും വിചാരിച്ചത് അല്ലേ? നോക്കൂ നിങ്ങൾ, രക്ഷപ്പെടാൻ തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു. പക്ഷേ അവർ ആ കടൽ തീരത്തെത്തിയപ്പോ ഫലമ്മാ തറാ അൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. അപ്പോഴാണ് രണ്ട് സംഘങ്ങളും കണ്ടുമുട്ടാൻ. ഫിർഔൻ അതാ തന്റെ ഈജിപ്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ആബാലവൃദ്ധം ജനങ്ങളും പട്ടാളവും സ്വത്തും എല്ലാം വാരിക്കൂട്ടി ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടി വരുന്ന വല്ലാത്ത ഭീകരമായ രംഗം. അത് കണ്ടപ്പോ എല്ലാവരുടെയും ആശയും അറ്റുപോയി. ബനൂ ഇസ്രായേലുകാർ പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ, നമ്മൾ ഇതാ പിടിക്കപ്പെട്ടു, ഇനി രക്ഷല്ല. അവർക്ക് തവക്കുലുണ്ടായില്ല. നോക്കൂ നിങ്ങൾ, മൂസാ നബി അലൈഹിസ്സലാം തന്നാൽ കഴിയുന്നതൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ചിട്ടുണ്ട്. ഇതിനൊരു ആഖിബത്തുണ്ടാകും, പര്യവസാനം ഉണ്ടാകും, അള്ളാഹു സംരക്ഷിക്കും. ഖാല മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല കേട്ടോ കാര്യം. ഇന്ന മഅ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, ഒരു മാർഗം അള്ളാഹ് എനിക്ക് കാണിച്ചു തരും. നോക്കൂ നിങ്ങൾ, അള്ളാഹു അതുവരെ മൂസാ നബി അലൈഹിസ്സലാമക്ക് ബോധനം കൊടുക്കാതിരുന്ന വിഷയത്തിൽ ബോധനം കൊടുത്തു, വഹി കൊടുത്തു. ആ കടലടിച്ചു, രണ്ട് മലകളായി മാറി നിന്നു അല്ലേ? അവർ രക്ഷപ്പെട്ടില്ലേ സഹോദരങ്ങളെ? അവിടെയാണ് തവക്കുൽ. എന്നാൽ കഴിയുന്നത് പരിശ്രമിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു യാത്ര. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ പരീക്ഷണങ്ങളിലൂടെ മക്ക ജീവിതത്തിന് ശേഷം മദീനയിലേക്ക് ഹിജ്റ പോവുക അല്ലേ? തുറന്ന ഗുഹയിൽ അബൂബക്കർ സിദ്ദീഖിനോടൊപ്പം പ്രവാചകൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഹുമാ ഫിൽ ഗാർ അല്ലേ? അവർ രണ്ടുപേരും ആ ഗുഹയിലായ സന്ദർഭം അള്ളാഹ് വിശദീകരിക്കുക, തവക്കുൽ പഠിപ്പിക്കാൻ വേണ്ടി വിശദീകരിക്കുക. ഇത് യഖൂലു ലി സാഹിബിഹി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മക്ക മുശ്രിക്കുകൾ കാണുന്നൊന്നും പേടിക്കണ്ട. അശാറുൽ മുശ്രിക്കീൻ അല്ലെ, മുശ്രിക്കീങ്ങളൊക്കെ ഇങ്ങനെ ആസാറുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുടെ അടയാളങ്ങളൊക്കെ പിന്നെ ഗുഹയുടെ മുഖത്ത് കണ്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അന്ന അഹദുക്കും റഫഅ ഖദമഹു, അവരെങ്ങാനും കാലൊന്ന് അകറ്റി ഒന്ന് താഴ്ന്നു നോക്കിയാൽ കാണൂല നബിയെ. ആരെങ്ങൊന്ന് ആലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, രക്ഷപ്പെടാൻ വേണ്ടി ഒരു സുരക്ഷിതത്വം കിട്ടാൻ വേണ്ടിയാ മദീനത്തേക്ക് പോണത്, പിടിച്ചുനാ. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലാ തഹ്സൻ, ദുഃഖിക്കണ്ടോ അബൂബക്കർ, താങ്കൾ സങ്കടപ്പെടണ്ട, റളിയല്ലാഹു അൻഹു, സങ്കടപ്പെടണ്ട. കാരണം ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ റഹ്മാനായ റബ്ബുണ്ട്. ആ ഹദീസിലെ പ്രയോഗം എന്താ അറിയോ? മാ ദന്നുക്, അബൂബക്കർ താങ്കൾ എന്താ വിചാരിച്ചത്? നമ്മൾ രണ്ടുപേരും മാത്രമാണ് വിചാരിച്ചത്? അല്ല, അല്ലാഹു സാലിസുഹുമാ, നമ്മുടെ കൂടെ മൂന്നാമനായ റഹ്മാനായ റബ്ബ് ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാം. വിശ്വാസികളെ, എന്താ തവക്കുൽ? നമ്മുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യാം. ഈ ദുനിയാവിൽ എന്തൊക്കെ മാർഗമുണ്ടോ, പരീക്ഷ ജയിക്കണോ, നല്ലോണം പഠിക്കുക, ബാക്കിയുള്ള കാര്യം റഹ്മാനായ റബ്ബിന് വിട്ടുകൊടുക്കുക. രോഗം മാറണോ, ചികിത്സിക്കുക, റഹ്മാനായ റബ്ബ് ചികിത്സിക്കുക. ഒരു നിരാശയും വേണ്ട. പ്രതിഫലം ഇവിടുന്നാണോ നമുക്ക് അർഹതപ്പെട്ടത്? അല്ലാഹ് ഇവിടുന്ന് രോഗം മാറ്റി സംരക്ഷിക്കും. അല്ല, സ്വർഗം തരാനാണല്ലോ തീരുമാനിച്ചിരിക്കണമെങ്കിൽ ആ രോഗത്തോടു കൂടി പോകും. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. പട്ടിണി കിടക്കുമ്പോ സഹോദരങ്ങളെ, ദാരിദ്ര്യം വന്ന് വല്ലാതെ പ്രയാസപ്പെടുമ്പോ കഠിനാധ്വാനം ചെയ്യാ, ചിലപ്പോ രക്ഷപ്പെടൂല. ആ പരീക്ഷണത്തിന് സ്വർഗം എനിക്കുണ്ടെന്ന് അള്ളാഹുവിന്റെ
പ്രതിഫലത്തെ ഓർത്തുകൊണ്ട് പ്രതീക്ഷയോട് കൂടി ജീവിക്കുക. പക്ഷേ നമ്മിൽ അധിക പേരും നമ്മൾ ചെയ്യുന്ന അമലുകൊണ്ടൊക്കെ രക്ഷപ്പെടും, എന്റെ കച്ചവടം കൊണ്ടും എന്റെ ജോലി കൊണ്ടൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകും, അതാണ് എനിക്ക് സുരക്ഷിതത്വമുള്ളത് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ ഈമാനില്ലെന്നും ഈമാൻ പൂർണ്ണമല്ലെന്നും ഞാൻ തവക്കുലിൽ വിശ്വസിക്കുന്നില്ല എന്നുമുള്ള ദൃഢമായ ബോധ്യമാണ് നമുക്കുണ്ടാവേണ്ടത്. പരിഹാരം അള്ളാഹുവിനെ പ്രതീക്ഷയോടുകൂടി ഉൾക്കൊണ്ട് തവക്കുലോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. തവക്കുലോടുകൂടി ജീവിച്ചാലുള്ള മെച്ചങ്ങൾ കൂടി നമ്മൾ അറിയണം. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. ദുനിയാവിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഒരു പ്രതീക്ഷയുണ്ടാകും. എനിക്ക് അള്ളാന്റെ എത്ര വഴിമുട്ടിയാലും എന്നെ അള്ളാഹു കാക്കുമെന്ന വല്ലാത്തൊരു പ്രതീക്ഷ. റഹ്മാനായ റബ്ബ് അപ്പോ അത്തരം വിശ്വാസികളെ ഇഷ്ടപ്പെടും. നിരാശയില്ലാത്തവരെ അള്ളാഹു ഇഷ്ടപ്പെടും. ഫഇദാ അസംത, നീ ദൃഢമായി തീരുമാനിച്ചു ഒരു കാര്യം, ഫതവക്കൽ അലല്ലാഹ്, നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. പ്രവാചകനോടുള്ള കൽപ്പനയാണ്. ഒരു കാര്യത്തിൽ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെടുക, തീരുമാനമെടുക്കുക. ഭാവി റഹ്മാനായ റബ്ബിന്റെ അടുത്ത. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, തീർച്ചയായും അള്ളാഹു ഭരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. 2, എല്ലാ കാര്യവും പിന്നീട് അവൻ അല്ല മതി, വേറെ ആരുടെ സഹായം വേണ്ട, അല്ല സഹായിക്കും. മൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബ്, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവൻ അള്ളാഹു മതിയാകുന്നതാണ്. വേറെ ദുനിയാവ് ഒന്നും ആവശ്യമല്ല, അതൊക്കെ അള്ളാഹു വഴിയെ അവന് നൽകും. മറ്റൊന്നല്ല പറഞ്ഞെന്താ, നല്ല ഉപജീവനമുണ്ടാകും. ഈ ദുനിയാവിൽ ജീവിക്കണം എന്താ? ജീവിക്കാനാണ്, ഉപജീവനം നന്നാവാനാണ്. അല്ലാഹ് പറഞ്ഞു, ലൗ അന്നകും കുൻതും തവക്കലൂന അലല്ലാഹി ഹഖ്ഖ തവക്കുലി, ഹഖ്ഖ തവക്കുലി, യഥാർത്ഥ മുറപ്രകാരം അള്ളാഹു പറഞ്ഞത് പ്രകാരം നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവെങ്കിൽ ലറസഖ്തും കമാ തുർസഖു ത്വയ്ർ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ ഉപജീവനം നൽകും. തഗ്ദൂ ഖിമാസ വതറൂഹു ബിത്വന, അവ രാവിലെ ഉണങ്ങിയ വയറുമായി പോകുന്നു, തിരിച്ചവ വയറ് നിറച്ച് കടന്നു വരുന്നു. അതെ, നമ്മളുടെ ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു മാർഗം, ഒരു വെളിച്ചമില്ലെങ്കിലും ഒരു മാർഗം അള്ളാഹു നമുക്ക് വെളിച്ചമുള്ളത് തുറന്നു നൽകും. അള്ളാഹുവിൽ വിശ്വസിച്ച് ദൃഢബോധ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടവന് മാത്രല്ല സഹോദരങ്ങളെ, സ്വർഗം കിട്ടും. നാളെ പരലോകത്ത് വിചാരണ എളുപ്പമായി സ്വർഗം ലഭിക്കും. അല്ലദീന ആമനൂ വഅമിലു സ്വാലിഹാ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ലനുബവ്വി അന്നഹും മിനൽ ജന്നത്തി ഉറഫാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന ഉന്നതമായ സ്വർഗങ്ങളിൽ താമസ സൗകര്യം അല്ലാഹു ഒരുക്കിക്കൊടുക്കും. തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ ഇങ്ങനെ ഒഴുകുന്ന അരുവികളുള്ള സ്വർഗത്തിലെ ഉന്നതമായ സൗഹൃദങ്ങൾ, സ്വർഗത്തിലെ വീടുകൾ അല്ലാഹു ഒരുക്കി കൊടുക്കും. ഖാലിദീന ഫിഹാ, അവരതിൽ ശാശ്വതരായിരിക്കും. നിഅമ അജ്റുൽ ആമിലീൻ, അങ്ങനെ അധ്വാനിച്ചു വരുന്നവർക്കുള്ള പ്രതിഫലമത്രേ അത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അല്ലദീന സ്വബറൂ, കേൾക്കണം കേട്ടോ, അല്ലദീന സ്വബറൂ, അല്ലദീന സ്വബറൂ. ജീവിതത്തിൽ പലതും കടന്നു പോകും, രാവും പകലുമായി വേദനകളും സങ്കടങ്ങളും ദുരിതങ്ങളും കടന്നു പോകും. അല്ലദീന സ്വബറൂ, നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി അവർ ക്ഷമിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ തങ്ങളുടെ രക്ഷിതാവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തു മുന്നോട്ട് പോകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ തവക്കുൽ എന്നുള്ളത് മനസ്സമാധാനം ലഭിക്കുന്ന അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് അതിന്റെ സന്തോഷവും അതിന്റെ സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കുക. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ നിരാശയുണ്ടോ, സങ്കടക്കയത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമുക്ക് പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ട്. എന്നാൽ വിശ്വാസികൾക്കൊരിക്കലും പ്രതീക്ഷ അറ്റുപോകില്ല.
അവൻ പ്രതീക്ഷയോടുകൂടി ജീവിക്കുന്നവനായിരിക്കും. അവൻ മനസ്സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നവനായിരിക്കും. എത്ര കഠിനമായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും അനുഗ്രഹങ്ങളും അവനെത്തിയാലും. അതുകൊണ്ട് യഥാർത്ഥ തവക്കുലുള്ള മുഅ്മിനീകളായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട് റഹ്മാനായ റബ്ബ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗ്യത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൽ ദൃഢമായി വിശ്വസിച്ച് ദുനിയാവിൽ കഠിനാധ്വാനം ചെയ്ത് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിരാശയില്ലാതെ പ്രതീക്ഷയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.